ദുബൈയിൽ ബിസിനസ് നടത്തി കടക്കെണിയിൽപ്പെട്ട ഭർത്താവിനെ സഹായിച്ച ആലപ്പുഴ മാന്നാർ സ്വദേശിനിയായ വിജയലക്ഷ്മിയാണ് ഭർത്താവിന്റെ തന്നെ കെണിയിലകപ്പെട്ട് ദുരിതമനുഭവിക്കുന്നത്. ബിസിനസ് തകർന്നതോടെ സാമാന്യം നല്ല ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന വിജയലക്ഷ്മിയുടെ രേഖകൾ കൂടി കടം വാങ്ങാൻ ഭർത്താവ് സുരേഷ് കുമാർ ഉപയോഗിച്ചു. പിന്നീട് കടം വീട്ടാൻ വിജയലക്ഷ്മിയുടെ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചു. ഇപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ച വിജയലക്ഷ്മി കടം വാങ്ങിയവർക്ക് നൽകിയ ചെക്ക് മടങ്ങി കേസാവുകയും നാട്ടിൽ പോലും പോവാനാവാതെ കുടുങ്ങിയിരിക്കുകയാണ്. നാട്ടിലുള്ള 2 മക്കളെ കണ്ടിട്ട് 4.5 വർഷം കഴിഞ്ഞു. ഞാൻ എന്റെ ശമ്പളത്തെ ഒക്കെ പലിശ കിട്ടുന്ന എല്ലാം അടച്ചു തീർത്തിട്ടുണ്ട്. കുറെ ലോൺ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ കൂടുതൽ എന്റെ വീട്ടിൽ നിന്ന് എന്റെ അച്ഛനും അമ്മയും കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുള്ളി കൊടുക്കാനുള്ള ആൾക്കാർ എന്റെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. എന്റെ ഒരു ഡോക്യുമെന്റ്സ് ഇല്ലെങ്കിൽ പോലും എന്റെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അതിനെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് എന്റെ സ്ഥലം വെച്ചിട്ട് കുറെ ആൾക്കാരുടെ ക്ലോസ് ചെയ്തു. കുറെ നല്ല ഒരു എമൗണ്ട് പറഞ്ഞ് ഏകദേശം 1 crore മേളിലാണ് എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ പേ ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് നേരത്തെ പരാതി നൽകിയിരുന്നെങ്കിലും കാര്യമായ ഇടപെടൽ ഇതുവരെ ഉണ്ടായില്ല. 3 വർഷമായി തന്നെ ഉപേക്ഷിച്ച ഭർത്താവ് തന്റെ ഒരു കാര്യവും അന്വേഷിക്കാറില്ല. കളവുകൾ പറഞ്ഞ് ഭർത്താവ് തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും വേദനയോടെ വിജയലക്ഷ്മി പറയുന്നു. ഇവൻ ഞാൻ എങ്ങനെ ജീവിക്കുന്നു, അല്ലെ എവിടെ താമസിക്കും എന്ന് പോലും ഇല്ല. ഒരു ഹസ്ബൻഡ് ഉള്ളൊരു സ്ത്രീയാണ് ഈ പറയണത്. ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് എങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ചോദിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല പുള്ളി. ദുബൈയിലെ ഒരു സ്വകാര്യ കമ്പനിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ഇവർക്ക് പലിശക്കാരുടെ ശല്യം ഒഴിവാക്കാനെങ്കിലും താൽക്കാലിക സഹായം അനിവാര്യമാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.